നമസ്കാരം. കോരാർട്സ് ഗ്ലോബ് എന്ന പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ ചാനലിന് വേണ്ടി സംസാരിക്കുന്ന വിഷയം, എനിക്കൊരാൾ മനോരമയുടെ ആണെന്ന് തോന്നുന്നു, മഴവിൽ മനോരമയുടെ സ്റ്റേജ് പ്രോഗ്രാം ആണെന്ന് തോന്നുന്നു. പഴയകാല വടക്കം പാട്ടുകളിലെ നായകന്മാരും നായികമാരും അഭിനയിച്ച് മനോഹരമാക്കി മലയാളിയുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ചില കഥാപാത്രങ്ങൾ, ചില പാട്ടുരംഗങ്ങൾ ആസിഫ് അലി അടക്കമുള്ള പുതിയ തലമുറയിലെ ആൾക്കാർ ചെയ്ത് കാണിക്കുന്നതായിരുന്നു. ഞാൻ അവരെ ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ല. നസീർ സാറിനെ പോലെ, ഉമ്മർ സാറിനെ പോലെ, ജയനെ പോലെ, അതുപോലെ തന്നെ ഷീലയെ പോലെ, ഷീവിദ്യയെ പോലെ, ജയഭാരതിയെ പോലെ വടക്കപ്പാട്ട് കഥാപാത്രങ്ങൾ അവിസ്മരണീയമായി ചെയ്ത ഒരുപാട് സിനിമകളുണ്ടല്ലോ നമുക്ക്, പ്രത്യേകിച്ച് പുതിയതായിട്ട്. ആ സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള പാട്ടുരംഗങ്ങൾ, അത് പുതിയ തലമുറയിലെ ആസിഫ് അലിയെ പോലുള്ള പുതിയ പുതിയ ചെറുപ്പക്കാർ 6-7 പേര് ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു എന്നാണ് എനിക്ക് ആ വീഡിയോ അയച്ചത് ആൾ എന്നോട് ചോദിച്ചത്. ഇപ്പോൾ എന്താ പറയുക, പുത്തൂരം പുത്രി ഉണ്ണിയാർച്ചെന്ന എന്താ പറഞ്ഞു വാണി വിശ്വനാഥിനെ വെച്ച് പി ജി വിശ്വംഭരൻ ഒരു കൂതറ പടം ചെയ്തിട്ടുണ്ട്. ഒരു വായിക്കുള്ളാത്ത പടം. കുഞ്ചാക്കോ ബോബനൊക്കെയാണ് നായകനൊക്കെ ആയിട്ട് അഭിനയിച്ചു. ഞാൻ ഈ അടുത്ത കാലത്ത് വടക്കൻ വീരഗാഥ ഇപ്പോൾ 4K റെസൊല്യൂഷനിൽ വന്നപ്പോൾ പോയി കണ്ടു, ശരപഞ്ചരം കണ്ടു. അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായൊരു കാര്യം, പഴയകാല ആൾക്കാർ ചെയ്തു വെച്ച സിനിമകൾ റീപ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഈ മഴവിൽ മനോരമയിലെ സ്റ്റേജ് ഷോ കണ്ടപ്പോഴും എനിക്ക് അതാ തോന്നി. കാരണം ആസിഫ് അലിയൊക്കെ നല്ല നടന്മാരാണ്, ഇല്ലേ? രേഖാചിത്രമൊക്കെ എന്ത് രസമായിട്ട് ചെയ്തു. പക്ഷേ ഉമ്മർ സാറോ നസീർ സാറോ ജയേട്ടനോ ഒക്കെ ചെയ്തിരുന്ന വടക്കം പാട്ടിലെ കഥാപാത്രങ്ങൾ ഇപ്പോൾ ഹരസാറിന് തോന്നുകയാണ് തുമ്പോലാർച്ച അല്ലെങ്കിൽ കണ്ണപ്പനുണ്ണി അല്ലെങ്കിൽ പാലാട്ട് കുഞ്ഞിക്കണ്ണൻ ഒന്നുകൂടി റീമേക്ക് ചെയ്താലോ എന്ന് ചോദിച്ചാൽ മലയാള സിനിമയിൽ ആര് ചെയ്യും? ആരെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. അതൊക്കെ എന്താ പറയുക, നസീർ സാറിനെയൊക്കെ പോലുള്ളവർക്ക് വേണ്ടി മാത്രം ഉണ്ടായ കഥാപാത്രങ്ങളാണ്. ഒന്നാമത് നസീർ സാറിൻ്റെ നെഞ്ചിൽ ഒരു രോമം പോലും ഇല്ല, നല്ല ഡാൾഡ പോലെ ഇരിക്കുന്ന ശരീരം, അത് നല്ല കിരീടമൊക്കെ വെച്ച് നല്ല വിഗൊക്കെ വെച്ച് റോസ് പൗഡറൊക്കെ അടിച്ച് നസീർ സാർ വന്ന് നിൽക്കുക, അല്ലെങ്കിൽ മറുവശത്ത് കെട്ടി ഒരുങ്ങി കെട്ടിലമ്മ പോലെ ഷീലാമ്മ വന്ന് നിൽക്കുമ്പോൾ ഉള്ള ഫ്രെയിമിൻ്റെ ഒരു ബ്യൂട്ടി. ചഞ്ചലാക്ഷി എന്ന് പറഞ്ഞ് പാലാട്ട് കുഞ്ഞിക്കണ്ണനിലെ ഒരു പാട്ടുണ്ട്, റോസ് ഉടുപ്പൊക്കെ ഇട്ട് പട്ടുടുപ്പൊക്കെ ഇട്ട് ചമ്മണം പറഞ്ഞിരുന്ന് നസീർ സാർ പാടുന്നത്. എനിക്ക് വടക്കം പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് അതാണ്. നസീർ സാർ എന്തൊരു സുന്ദരനാണ്. യു രാജഗോപാലാണ് അത് ചിത്രീകരിച്ചത്. കണ്ടിട്ട് 10-40 വർഷം കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ചഞ്ചലാക്ഷി എന്നുള്ള പാട്ട് പറഞ്ഞാൽ എനിക്ക് ആ വിഷ്വൽ ഓർമ്മ വരും. നസീർ സാർ ചമ്രം പണഞ്ഞിരുന്ന് ഇങ്ങനെ പാടുന്നത് ചഞ്ചലാക്ഷി. അതൊന്നും ഇനി നമ്മളെ സിനിമയിൽ ഉണ്ടാവില്ല. നമ്മൾ ക്യാനിൽ നിന്ന് ചുരണ്ടിയെടുക്കുന്ന ഈ കഞ്ചാവ് പടങ്ങളെ ഇനി മലയാളത്തിലുണ്ടാവും. അത് മതി എന്നാണ് എൻ്റെ പക്ഷം. കാരണം നിങ്ങൾ അയച്ചു തന്ന പാട്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ട ആളെന്നുള്ളതിലേക്ക് പറയുകയാണ്. അത്തരം സിനിമകൾ നമ്മൾ അങ്ങനെ തന്നെ നിൽക്കട്ടെ, നൊസ്റ്റാൾജിക്കായിട്ട് നിൽക്കട്ടെ. നമുക്ക് കൂടെ കൂടെ ആ പടങ്ങൾ എടുത്തിട്ട് യൂട്യൂബിലൊക്കെ കാണാം, അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിലൊക്കെ കാണാം. അതെടുത്ത് റീപ്രൊഡ്യൂസ് ചെയ്യേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പറയുന്ന കോരാർട്സ് ഗ്ലോബിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു നല്ല നമസ്കാരം.